നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാം തെറ്റായി പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്രമാത്രം ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ലക്ഷ്യം വളരെ ദൂരെയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒന്ന് മാത്രം ചെയ്യൂ, നിർത്തരുത്. കാരണം നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നതല്ല പ്രധാനം, നിങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ജീവിതം ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് റോഡല്ല. ചില ദിവസങ്ങൾ വളരെ എളുപ്പമായിരിക്കും, ചില ദിവസങ്ങളിൽ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ചില ദിവസങ്ങളിൽ തടസ്സങ്ങൾ വരും, വിജയങ്ങൾ വരില്ല, പരാജയങ്ങൾ മാത്രം വരും, നിരാശ വരും, നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്ന നിമിഷങ്ങൾ വരും. അപ്പോൾ പലരും എന്താണ് ചെയ്യുന്നത്? അവിടെ നിൽക്കും, എന്നിട്ട് എന്ത് പറയും? എനിക്ക് പറ്റില്ല, എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ തീരുമാനം ശരിയായിരുന്നില്ല, ഞാൻ തോറ്റുപോയി എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ വിജയികൾക്ക് ഒരു വ്യത്യാസമുണ്ട്. അവർ തടസ്സങ്ങൾ വരാത്തവരല്ല. തടസ്സങ്ങൾ വന്നാലും അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓരോ ചുവടിനും വിലയുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ഇന്ന് തന്നെ നേടേണ്ടതില്ല. ഇന്ന് ചെറിയ ചുവട് വെക്കൂ, നാളെ മറ്റൊന്ന്, അടുത്ത ദിവസം വീണ്ടും. അങ്ങനെ ചെറിയ ചുവടുകൾ ചേർന്നാണ് വലിയ യാത്രകൾ പൂർത്തിയാക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് മനസ്സിലാക്കും, ഞാൻ ഇത്രയും ദൂരം എത്തിയോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യേ, ഒരു മല കയറുന്ന ഒരാൾ, അയാൾ താഴെ നിന്ന് മേലോട്ട് നോക്കിയിട്ട് അയ്യോ ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ കയറുന്നു, എന്നിട്ട് അവിടെ തന്നെ നിന്നാൽ എന്താണ്? അയാൾക്ക് ഒരിക്കലും ആ ഒരു മല കയറാൻ പറ്റില്ല. പക്ഷെ ആ ഒരു മനുഷ്യൻ ഒരു ചുവട് വെക്കുന്നു, പിന്നെ വീണ്ടും ഒരു ചുവട്, അങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്നു. ക്ഷീണിക്കുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് വീണ്ടും വീണ്ടും പോകുന്നു. ഉറപ്പായിട്ടും അയാൾ ആ ഒരു മലയുടെ മുകളിലെത്തും. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമുക്ക് വേഗത്തിൽ പോകാൻ കഴിയുന്നില്ലേ? സാരമില്ല, പതുക്കെ പോകൂ. മറ്റുള്ളവർ നിങ്ങളുടെ മുന്നിലാണോ? സാരമില്ല, നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ നടക്കൂ. ഇനി നിങ്ങൾക്ക് ഒരു ചുവട് മാത്രമേ ഇന്ന് വെക്കാൻ പറ്റുന്നുള്ളൂ. മതി, അത് മതി. സ്ലോ പ്രോഗ്രസ് ഈസ് സ്റ്റിൽ പ്രോഗ്രസ്. പക്ഷേ നോ പ്രോഗ്രസ് ഹാപ്പൻസ് വെൻ യു സ്റ്റോപ്പ്. ധൈര്യം നിങ്ങളുടെ ആദ്യ ചുവട് വെക്കാൻ സഹായിക്കും. പക്ഷെ പ്രതീക്ഷയാണ് യാത്ര തുടരാൻ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? വീണാൽ എഴുന്നേൽക്കണം, വീണ്ടും വീണാൽ വീണ്ടും എഴുന്നേൽക്കണം. കാരണം വിജയികൾ ഒരിക്കലും വീഴാത്തവരല്ല, വീണാൽ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നവരാണ്. നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും വെറുതെ ആകില്ല. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഒരു ചെറിയൊരു കാര്യം നാളെ വലിയൊരു അവസരമായി മാറും. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയൊരു ശ്രമം നാളെ വലിയൊരു വിജയത്തിൻ്റെ കാരണമാകും. നിങ്ങൾ ഇന്ന് സഹിക്കുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നാളെ നിങ്ങളുടെ ശക്തിയായി മാറും. അതുകൊണ്ട് ഫലം ഉടനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും പരിശ്രമം നിർത്തരുത്. വിത്ത് നട്ട ഉടനെ നമുക്ക് മരം കാണാനാകില്ല, പക്ഷേ അവിടെ വളർച്ച നടക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഒരു ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് കാത്തിരുന്നു, ഒരുപാട് തവണ പരാജയപ്പെട്ടു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇനി എനിക്ക് കഴിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനിയും ഒരു ചുവട് മാത്രം. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് തന്നെ പരിഹരിക്കേണ്ടതില്ല, എല്ലാ ചോദ്യത്തിനും ഉത്തരം ഇന്ന് തന്നെ ലഭിക്കേണ്ടതില്ല. ഒരു ചെറിയ ചുവട് മാത്രം വെക്കൂ. ഓർക്കുക, വേഗത്തിൽ പോകുന്നതല്ല പ്രധാനം, മറ്റുള്ളവരെ ഓവർകം ചെയ്യുന്നതുമല്ല പ്രധാനം, നിർത്താതെ മുന്നോട്ട് പോകുന്നതാണ് പ്രധാനം. നിങ്ങളുടെ യാത്ര മറ്റൊരാളുടെ യാത്ര പോലെ ആകണമെന്നില്ല, നിങ്ങളുടെ സമയം മറ്റൊരാളുടെ സമയം പോലെ ആകണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ കഥ നിങ്ങളുടേത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഇന്നലെകളുമായി മാത്രം താരതമ്യം ചെയ്യൂ. ഇന്നത്തെ നിങ്ങൾ ഇന്നലത്തെ നിങ്ങളെക്കാൾ ഒരു ചുവട് മുന്നിലാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോഴും ദൂരെയായിരിക്കും. പക്ഷേ ഓർക്കൂ, ദൂരം കുറയുന്നത് ഓരോ ചുവടിലുമാണ്. തളർന്നാൽ വിശ്രമിക്കൂ, പക്ഷെ നിർത്തരുത്. കരയേണ്ടി വന്നാൽ കരയൂ, പക്ഷെ കൈവിടരുത്. വീണാൽ വീഴട്ടെ, പക്ഷെ വീണ്ടും എഴുന്നേൽക്കൂ. നിങ്ങൾ നിർത്താത്തിടത്തോളം നിങ്ങളുടെ പരാജയം ഒരിക്കലും അവസാനമല്ല. ഇന്ന് ചെറിയൊരു ചുവട് വെക്കൂ, നാളെ മറ്റൊന്നു. ഒരു ദിവസം നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ സ്ഥലത്ത് നിങ്ങൾ തന്നെ നിൽക്കും. അന്ന് നിങ്ങൾ പിന്നിലേക്ക് നോക്കി പറയും, ഞാൻ നിർത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. സോ കീപ് മൂവിങ് ഫോർവേഡ്. പതുക്കെ ആയാലും മുന്നോട്ട് പോകുക, ചെറിയ ചുവടുകളായാലും മുന്നോട്ട് പോകും. പക്ഷേ നിർത്തരുത്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്ര ഇപ്പോഴും തുടരുകയാണ്.